ഹലോ. അപ്പോൾ ഇത് ഇന്നൊരു പരീക്ഷണമാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു വരുമ്പോൾ ഞാൻ മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ വിൽക്കുന്നത്. സംഭവം കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നന്നാവുമോ അല്ലെങ്കിൽ നാശമാവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായി ചൂടായിട്ടോ. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സബോളയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ചെറിയൊരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളിത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് തൊണ്ടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാല ഒക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂണുണ്ടല്ലോ, അതായത് മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് ഈ കറി വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുള്ളി ചേർക്കാം. പക്ഷെ ഞാൻ സെമി ഗ്രേവിയിൽ എടുക്കണം, കാരണം സബോള ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത് കണ്ടില്ലേ, ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോൾ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മഷ്റൂമിൽ നിന്ന്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മഷ്റൂം കറി അത്യാവശ്യം ഗ്രേവിയോട് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിക്കാറില്ല. പക്ഷെ ഞാൻ വെച്ചുകൊണ്ട് എന്തായാലും കഴിച്ച് നോക്കാം. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഗ്രേവി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ മഷ്റൂമിൻ്റെ വഴുവഴുപ്പ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. നമ്മൾ നല്ല ചോറിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും മഷ്റൂം കറിയും മോര് കഴിച്ചതും കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുന്നതിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്